നമസ്കാരം. ശ്രീമതി പ്രിയങ്ക പങ്കജം IAS നിങ്ങളിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും അല്ലേ? ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധയും സന്തോഷവും അംഗീകാരവും സ്നേഹവും ഒക്കെ പിടിച്ചുപറ്റിയ ഒരു കളക്ടറാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കളക്ടറാണ് നിലവിൽ പ്രിയങ്ക മാഡം. സമൂഹത്തിലെ പല തട്ടുകളിൽ നിൽക്കുന്ന പല തരക്കാരായിട്ടുള്ള ആളുകളോടുള്ള അവരുടെ ഇടപെടലുകളിലൂടെയും സംസാര രീതിയിലൂടെയും പെരുമാറ്റ ശൈലിയിലൂടെയും ഒക്കെയാണ് അവർ ആളുകളുടെ ആ ഒരു സ്നേഹവും ശ്രദ്ധയും ഒക്കെ പിടിച്ചുപറ്റിയത്. ഏറ്റവും അധികം അവർ ശ്രദ്ധിക്കപ്പെടുന്നത് കുട്ടികളുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രിയങ്ക പങ്കജം IAS എന്ന് വന്നത്? സാധാരണ എല്ലാവരും പേരിനോടൊപ്പം അച്ഛന്റെ പേരാണല്ലോ ചേർക്കാറുള്ളത്, ഇത് എന്തേ അമ്മയുടെ പേര് വന്നത്? അപ്പോൾ ആ കളക്ടർ കുട്ടികൾക്ക് കൊടുത്ത മറുപടി, എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്, അച്ഛനില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച് വലിയൊരു നിലയിലെത്തി മനുഷ്യരെ സേവിക്കണം എന്നുള്ളത്. അപ്പോൾ അമ്മയുടെ സ്വർണമൊക്കെ പണയം വെച്ചും വിറ്റുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനൊരു IAS പദവിയിൽ എത്തിയപ്പോൾ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ IASന് എൻ്റെ അമ്മ കൂടി അർഹയാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അർഹ എൻ്റെ അമ്മയാണ് എന്ന തോന്നലിൽ നിന്നാണ് ആ പങ്കജം കഴിഞ്ഞ് IAS വരണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന പേരിൽ ഒരു വ്യത്യാസം വരുത്തിയാണ് പ്രിയങ്ക പങ്കജം IAS എന്നാക്കിയത്. நகையெல்லாம் அடமானம் வச்சு அப்படிதான் வந்து என்ன படிக்க வச்சு வளர்த்தாங்க. ஸோ அதனால எங்க அம்மாவை நான் வந்து ஹாப்பியா வச்சுக்கணும் அப்படிங்கிறது தான் எனக்கு ஒரு எய்ம். അപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളോട് നമുക്കുണ്ടായിരിക്കേണ്ട കടപ്പാടിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് ഈ തലമുറയിൽപ്പെട്ട ഒരു കളക്ടർ വിശദീകരിച്ചപ്പോൾ സത്യത്തിൽ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമുക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ് ആ കളക്ടറുടെ വ്യക്തിത്വത്തെ ഓർത്ത്. കുറേ മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ കാഴ്ചകളാണ് ഇതൊക്കെ, ഈ വീഡിയോകളൊക്കെ. പക്ഷെ ഇപ്പോഴും സജീവമാവുന്നുണ്ട്, ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഭരിക്കുന്ന, നമുക്ക് മുകളിലിരുന്ന് ഭരണചക്രം തിരിക്കുന്ന ആളുകളുടെയൊക്കെ പോരായ്മകളൊക്കെ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളോട് ആളുകൾ കാണിക്കുന്ന ആരാധനയും ആദരവും അത് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇത്തരം നല്ല വീഡിയോകൾ വീണ്ടും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിക്കുന്നത്. ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ കളക്ടറെ ശ്രദ്ധിക്കുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രകൃതി എത്രത്തോളം മനോഹരമാണോ, കാഴ്ചകൾ എത്രത്തോളം മനോഹരമാണോ, അന്തരീക്ഷം എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം മനോഹരമാണ് അവരുടെയൊക്കെ മനസ്സുകളും. പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ വളരെയധികം ഇണങ്ങിച്ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് അവർ. അവർക്ക് ഫാഷനെ കുറിച്ച് അറിയില്ല, ലോകത്ത് നടക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, അറിയാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവരുടെ ആ ചെറിയ സർക്കിളിൽ നിന്ന് പുറത്ത് കടക്കാൻ പോലും അവർക്കാവില്ല, അവരാഗ്രഹിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തെ ഒരു അംഗൻവാടിയിലേക്ക് ഈ കളക്ടർ നേരിട്ട് സന്ദർശനത്തിന് പോകുകയാണ്. കുട്ടികൾക്ക് കൃത്യമായിട്ട് പോഷകാഹാരം കിട്ടുന്നുണ്ടോ, പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റും ഹൈറ്റും ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി എന്താണ് പ്രത്യേകം അവിടുത്തെ അംഗൻവാടി വർക്കർ ചെയ്യുന്നത്, കൃത്യമായിട്ട് അതിൻ്റെ രജിസ്റ്ററൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നു. കുട്ടികളോട് നേരിട്ട് സംസാരിക്കുന്നു. കുട്ടികളുടെ ഭാഷയിൽ, കുട്ടികളുടെ അതേ ലെവലിൽ നിന്ന് കളക്ടർ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ആഹാരമൊക്കെ, കൊള്ളാമോ, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒരു കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ഭാവത്തിൽ ആ കളക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് രജിസ്റ്ററൊക്കെ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. കനത്ത വേനലാണ് ആ സമയത്ത്. അപ്പോൾ ഒരു വൃദ്ധ ഈ കളക്ടറെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു പരാതിയുണ്ട്. അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, കറണ്ട് ഇല്ല, ഇതൊക്കെയാണ് അവരുടെ പരാതികൾ. ആ പരാതി അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു നോക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ആളുകൾ നമ്മളോട് വളരെ ബഹുമാനം പ്രകടിപ്പിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ബഹുമാനം കാണും, നമ്മൾ പൂർണ്ണമായിട്ടും അത് പ്രകടിപ്പിക്കാറില്ല ഒരു പരിധിക്കപ്പുറം. പക്ഷെ അവരൊക്കെ നമ്മളെ കണ്ട ഉടനെ ഇങ്ങനെ കൈകൂപ്പി നമ്മളെ സ്വീകരിക്കുക, കൈകൂപ്പി നന്ദി പറയുക, പ്രകടമായിട്ട് നന്ദി അവർ കാണിക്കും. അപ്പോൾ ഈ കളക്ടറോട് സംസാരിക്കാൻ വന്നപ്പോഴേ ഈ വൃദ്ധ തൻ്റെ കാലിൽ കിടന്ന ചെരുപ്പൂരി മാറ്റിവെച്ചിട്ടാണ് കളക്ടറോട് സംസാരിക്കുന്നത്. ബഹുമാനം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഉടൻ തന്നെ അത് ശ്രദ്ധിച്ച കളക്ടർ ആദ്യം ചെരുപ്പിട്ടിട്ട് സംസാരിച്ചാൽ മതി, ചെരുപ്പ് എന്തിനാ അഴിക്കുന്നത്? അങ്ങനെ ഒരു ബഹുമാനത്തിന്റെ ആവശ്യമില്ല. എന്താണ് പ്രശ്നം? എന്നിട്ട് ചോദിക്കുകയാണ്, പരാതി വാങ്ങിച്ചിട്ട്, നമ്മുടെ വീട്ടിൽ മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെയാണോ? നമ്മുടെ വീട്,
അത് വളരെ നാച്ചുറലായിട്ട് വരുന്ന ഒരു സാധനമാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ എൻ്റെ കൂടി പ്രശ്നമാണ്, എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്, അവരുടെ പ്രശ്നം എൻ്റേതും കൂടിയാണ് എന്നൊരു തോന്നൽ വളരെ സ്വാഭാവികമായിട്ട് കളക്ടറിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, അതോ നമ്മുടെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇതാണോ അവസ്ഥ എന്ന് ചോദിച്ചത്. എന്നിട്ട് കളക്ടർക്ക് അവിടെ ഇളനീര് കുടിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരെണ്ണം വാങ്ങി ആ വൃദ്ധയ്ക്കും കൊടുത്ത് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് അവരോട് ബഹുമാനം തോന്നിയ ഒരു കാര്യം, ആ ജില്ലയിലെ അവർ തഞ്ചാവൂർ ജില്ലാ കളക്ടറായിട്ട് കയറിയ ഉടനെ ആദ്യം ചെയ്തത് ആ ജില്ലയിൽ അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്ന എത്ര കുട്ടികളുണ്ട് എന്നതിൻ്റെ ഒരു കണക്കെടുക്കുകയായിരുന്നു. അവർ 537 പേര് ആ സമയത്തെ കണക്കാണ് ഉണ്ട് എന്ന് കണ്ടെത്തി. അവർക്ക് വേണ്ടി ഈ 537 കുട്ടികൾ അച്ഛനമ്മമാരില്ലാതെ വളരുന്നു. ആ കുട്ടികളെ നോക്കുന്നത് ആരാണോ, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണോ, അവരെ ഈ കുഞ്ഞുങ്ങളുടെ പഠനത്തിനും വളർത്തുന്നതിനും വേണ്ടി സഹായിക്കാൻ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി റവന്യൂ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ കുട്ടിയെ അറ്റാച്ച് ചെയ്തു കൊടുത്തു. ഓരോ ഉദ്യോഗസ്ഥന്റെയും ചുമതലയാണ് ഓരോ കുട്ടിയുടേതും. அவங்களை வந்து பராமரிக்கிற குடும்பங்கள் அவங்களுக்கு அரசு மூலமாக வழங்கப்படும் சலுகைகள் எல்லாத்தையும் வந்து கன்வெர்ஸ் பண்ணணும் அப்படிங்கிற நோக்கத்துல എത്ര മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണത്. അത് കഴിഞ്ഞിട്ട് അത് ആദ്യത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും മാത്രം, ഒരാൾ മാത്രമുള്ള കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ പഠനം, ആ കുട്ടിയുടെ ഭാവി. അതായത് ഒരു കളക്ടർക്ക് ഒരു ജില്ലയുടെ ചുമതല കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇതാണ് ആവശ്യം, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും നമ്മൾ പുറമേ നോക്കുമ്പോൾ, പക്ഷെ അവർ അനുഭവിക്കുന്ന, അവരുടെ വീടിനകത്ത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും. അതൊക്കെ നോക്കിയും കണ്ടും അറിഞ്ഞും ചെയ്യണമെങ്കിൽ തിക്താനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അറിയാത്തവരാരും വലിയ രീതിയിൽ വിജയം കൈവരിച്ച ചരിത്രമില്ല. നമുക്ക് കൺമുന്നിൽ കാണാവുന്ന നമ്മുടെ രാഷ്ട്രീയം തന്നെ എടുത്ത് നോക്കിയാൽ അതിൽ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിയിട്ടുള്ള ആളുകൾ, എല്ലാവരാലും പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു പരിധി വരെ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്നു വന്നവരായിരിക്കും. അതുപോലെ തന്നെ ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും IAS എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ അധികം ബുദ്ധിമുട്ടി പഠിച്ച് നല്ല രീതിയിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി മികച്ച ഒരു പൊസിഷനാണ്, ഒരു ഏറ്റവും നല്ല രാജ്യത്തെ സേവിക്കാൻ പറ്റുന്ന, ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് IAS അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്നൊക്കെ പറയുന്നത്. നമുക്ക് കേരളത്തിലുമുണ്ട് ജില്ലാ കളക്ടർമാർ. എത്ര പേർ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അംഗൻവാടികളിൽ, ലോവർ പ്രൈമറി സ്കൂളുകളിൽ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ചെന്ന് നേരിട്ട് ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു അദാലത്തോ മറ്റോ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഔപചാരികതയുടെ പേരിൽ കളക്ടർമാർ വന്നിരിക്കുന്നതല്ലാതെ ചിലർ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നു, ചിലർ മിണ്ടാതെ ഇരിക്കുന്നു, നിശബ്ദത കാരണം ചിലരുടെ മരണത്തിന് വരെ കാരണക്കാരാകുന്നു. അപ്പോൾ ആ ഒരു IAS ഒക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ വലിയ ആദർശങ്ങളൊക്കെ വെച്ച് പുലർത്തും, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ അവർ ആ പൊസിഷനിലേക്ക്, ഒരു ജില്ലാ കളക്ടർ എന്നൊക്കെയുള്ള ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അവർ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ താങ്ങുന്നു, മറ്റു ചിലർ സമൂഹത്തിലെ വമ്പന്മാരെ മാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി തൻ്റെ ഒപ്പുകളും സമയവും സേവനവും ചിലവാക്കുന്നു. പക്ഷെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ നരകിക്കുന്നത് കാണാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ കാണാൻ സമയം ചിലവാക്കുന്നില്ല. ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ തഞ്ചാവൂർ ജില്ലാ കളക്ടർ ശ്രീമതി പ്രിയങ്ക പങ്കജം IAS. എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതിന് താഴെ വന്ന ആ കളക്ടർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുമെന്ന് എനിക്കറിയാം. ഇത് കാണുന്ന എല്ലാവരും ആ ഒരു പ്രാർത്ഥന അവരിലേക്ക് ഇൻഡയറക്റ്റ് ആയെങ്കിലും എത്തട്ടെ, അതവർക്ക് നന്മ കൊടുക്കുമെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്നവരും നന്മ ചെയ്യുന്നവരും സത്യസന്ധതയും നീതിയും പുലർത്തുന്നവരും എന്നും അംഗീകരിക്കപ്പെടണം. അവരുടെ പ്രവർത്തനങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തണം. ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും അംഗീകാരത്തിനും അവർ അർഹരാണ്. എന്താണ് ഈ കളക്ടറെക്കുറിച്ചും ഈ കളക്ടറുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിലെ മറ്റു കളക്ടർമാരുമായിട്ട് ഇവരെ എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.